ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇപ്പോൾ അവസാനിച്ച ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ബ്രസീലിയൻ ക്ലബ്ബുകൾക്ക് സാധിച്ചിരുന്നു. ഫ്ലുമിനൻസ് സെമി ഫൈനൽ വരെ എത്തിയിരുന്നു. ബാക്കിയുള്ള 3 ബ്രസീലിയൻ ക്ലബ്ബുകൾ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രസീലിയൻ താരങ്ങൾ വലിയ രൂപത്തിൽ ശ്രദ്ധ നേടിയിരുന്നു. ഇപ്പോൾ ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ ഇതുവരെ 5 പ്രമുഖ ബ്രസീലിയൻ താരങ്ങൾ ബ്രസീലിയൻ ലീഗ് വിട്ടുകൊണ്ട് യൂറോപ്പിലേക്ക് ചേക്കേറിയിട്ടുണ്ട്. അത് ആരൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഫ്ലുമിനൻസിൽ നിന്നും ജോൺ അരിയാസ് ഇപ്പോൾ പുറത്തു പോയിട്ടുണ്ട്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ വോൾവ്സ് ആണ് 20 മില്യൺ യൂറോക്ക് അദ്ദേഹത്തെ സ്വന്തമാക്കുന്നത്. അതായത് മികച്ച പ്രകടനം ഫ്ലുമിനൻസിന് വേണ്ടി ക്ലബ്ബ് വേൾഡ് കപ്പിലൊക്കെ നടത്തിയ ഒരു വിങ്ങറാണ് ജോൺ അരിയാസ്. മധ്യനിരയിലും ഇദ്ദേഹം കളിക്കാറുണ്ട്. വലിയ ഭാവി ഈ ബ്രസീലിയൻ താരത്തിന് ഇപ്പോൾ കൽപ്പിക്കപ്പെടുന്നുണ്ട്. ഇനി ബോട്ടഫോഗോയിൽ നിന്നും 2 താരങ്ങളാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിലേക്ക് പോയിട്ടുള്ളത്. ഒരാൾ സ്ട്രൈക്കറായ ഇഗോർ ജീസസ് ആണ്. ബ്രസീലിയൻ ആരാധകർക്ക് പരിചയമുള്ള താരമാണ് ഇഗോർ ജീസസ്. ബ്രസീലിന് വേണ്ടി കളിക്കുകയും ഗോൾ നേടുകയും ഒക്കെ ചെയ്തിട്ടുള്ള സ്ട്രൈക്കറാണ് ഇഗോർ ജീസസ്. 11.6 മില്യൺ യൂറോക്കാണ് ബോട്ടഫോഗോയിൽ നിന്നും നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് അദ്ദേഹത്തെ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇതേ കൂടാതെ 12 മില്യൺ യൂറോക്ക് മറ്റൊരു ബ്രസീലിയൻ താരത്തെ കൂടി ബോട്ടഫോഗോയിൽ നിന്നും നോട്ടിംഗ്ഹാം സ്വന്തമാക്കിയിട്ടുണ്ട്. ജയർ കുഞ്ഞ എന്ന താരത്തെയാണ് കൊണ്ടുപോയിട്ടുള്ളത്. സെന്റർ ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന താരമാണ് ജയർ കുഞ്ഞ. വലിയ ഫ്യൂച്ചർ അദ്ദേഹത്തിന് കൽപ്പിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ എസ്റ്റവായോ വില്യനെ ചെൽസി സ്വന്തമാക്കിയിരുന്നു. പാൽമിറാസിൽ നിന്നാണ് എസ്റ്റവായോ വില്യൻ ചെൽസിയിലേക്ക് പോകുന്നത്. 57 മില്യൺ യൂറോയാണ് അദ്ദേഹത്തിന് വേണ്ടി ചിലവഴിക്കുന്നത്. അതുപോലെ തന്നെ ഗേഴ്സൺ ഇപ്പോൾ ബ്രസീലിയൻ ലീഗ് വിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഫ്ലമംഗോ വിട്ട് കഴിഞ്ഞിട്ടുണ്ട്. റഷ്യൻ ക്ലബ്ബായ സെനിത്ത് ആണ് അദ്ദേഹത്തെ സ്വന്തമാക്കിയിട്ടുള്ളത്. 30 മില്യൺ യൂറോയാണ് അദ്ദേഹത്തിന് വേണ്ടി സെനിത്ത് ചിലവഴിക്കുന്നത്. ഇതൊക്കെയാണ് ഉറപ്പായിട്ടുള്ള ഡീലുകൾ. അതായത് ബ്രസീലിയൻ ലീഗിൽ നിന്നും ഒരുപാട് യുവ പ്രതിഭകൾ ഇപ്പോൾ യൂറോപ്പിലേക്ക് ചേക്കേറുകയാണ്. ഇനിയും ഒരുപാട് ട്രാൻസ്ഫർ റൂമറുകൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. കൂടുതൽ താരങ്ങൾ ബ്രസീലിൽ നിന്നും യൂറോപ്പിലേക്ക് എത്താൻ തന്നെയാണ് സാധ്യതകൾ. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.